നമസ്കാരം. നാളെ ഇക്കണോമിക്സ് പരീക്ഷയാണല്ലേ? 7ാമത്തെ അധ്യായമായ തൊഴിൽ, വളർച്ച, അനൗപചാരികവൽക്കരണം, മറ്റു പ്രശ്നങ്ങൾ, അതായത് എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഈ ചാപ്റ്റർ ഇതുവരെ നോക്കാൻ പറ്റിയില്ല എന്നൊരു പേടിയുണ്ടോ? വിഷമിക്കുകയേ വേണ്ട. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ അധ്യായം നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. അതെ, തീർച്ചയായും. പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ അധ്യായം ശരിക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് തൊഴിൽ? ആരൊക്കെയാണ് തൊഴിലാളികൾ? അതെ, ഇന്ത്യയിലെ തൊഴിൽ ഘടന എങ്ങനെ മാറുന്നു എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്നും തുടങ്ങാം. എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? വെറുതെ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പണം ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ അതല്ല എല്ലാം. ഒരു ജോലി നമുക്ക് ആത്മാഭിമാനം നൽകുന്നുണ്ട്, അല്ലേ? സമൂഹത്തിലൊരു വിലയുണ്ടാക്കുന്നു. ശരിയാണ്. ഓരോ തൊഴിലാളിയും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക്, അതായത് GDPയിലേക്ക് ഒരു സംഭാവന നൽകുന്നുണ്ട്. അപ്പോ വെറും പണത്തിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല. അല്ല, രാജ്യവികസനത്തിൽ പങ്കാളിയാവുന്ന ഒരു പ്രക്രിയ കൂടിയാണ് തൊഴിൽ. GDPക്ക് സംഭാവന നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയും. എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ. അപ്പോൾ ആരാണ് ഒരു തൊഴിലാളി, വർക്കർ? പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശമ്പളം വാങ്ങുന്നവർ മാത്രമാണോ തൊഴിലാളികൾ? അല്ല, അങ്ങനെയല്ല. സ്വയം തൊഴിൽ ചെയ്യുന്നവരും തൊഴിലാളികളാണ്. ഉദാഹരണത്തിന് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കടയുടമ, ഇവരൊക്കെ തൊഴിലാളികളാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും തൊഴിലാളികളാണ്. ഇതിൽ രസകരമായൊരു കാര്യമുണ്ട്. അസുഖം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ താൽക്കാലികമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെയും നമ്മൾ തൊഴിലാളികളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആണോ? അതെ. 2011-12 കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 473 ദശലക്ഷം തൊഴിലാളികളുണ്ട്. 473 ദശലക്ഷം. അതൊരു വലിയ സംഖ്യയാണല്ലോ. ഈ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് തൊഴിലാളി ജനസംഖ്യാ അനുപാതം, അതായത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരുമെന്ന് തോന്നുന്നു. എന്താണിത്? ഉറപ്പായും വരും. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകൾ ഈ പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു സൂചകമാണിത്. അതിന്റെ ഫോർമുല? മൊത്തം തൊഴിലാളികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ ഇൻടു 100. സിമ്പിൾ. ഈ അനുപാതം കൂടുതലാണെങ്കിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇന്ത്യയിലെ ഈ അനുപാതം എത്രയാണ്? 2011-12 ഡാറ്റ അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലാളി ജനസംഖ്യാ അനുപാതം ഏകദേശം 38.6%. 100-ൽ ഏകദേശം 39 പേർ. അതെ, പക്ഷേ ഇതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് കുറച്ചുകൂടി കൂടുതലാണ്, 39.9%. പക്ഷെ നഗരങ്ങളിൽ ഇത് കുറവാണ്, 35.5% മാത്രം. അതെന്താ അങ്ങനെ? സാധാരണ നഗരങ്ങളിലല്ലേ കൂടുതൽ ജോലി സാധ്യതകൾ? നല്ല ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ വരുമാന മാർഗങ്ങൾ പൊതുവെ കുറവാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ കൂടുതൽ പേർക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു. ശരി. എന്നാൽ നഗരങ്ങളിൽ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് അവർ തൊഴിൽ സേനയിലേക്ക് വരാൻ കുറച്ചു വൈകും. അതാണ് കാരണം. ഓക്കേ. ഇതേ വ്യത്യാസം പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. പുരുഷന്മാരിൽ ഇത് 54.4%, പക്ഷേ സ്ത്രീകളിൽ വെറും 21.9% മാത്രം. പകുതിയിൽ താഴെ. അതെ, ഇതിന് സാമൂഹികമായ പല കാരണങ്ങളുമുണ്ട്. ഇനി നമുക്ക് തൊഴിലാളികളെ ഒന്ന് തരംതിരിക്കാം, അവരുടെ ജോലിയുടെ സ്വഭാവമനുസരിച്ച്. ഇത് മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. തീർച്ചയായും. പ്രധാനമായും 3 ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാമത്തേത് സ്വയം തൊഴിൽ ചെയ്യുന്നവർ, സെൽഫ് എംപ്ലോയിഡ്. സ്വന്തമായൊരു സ്ഥാപനം നടത്തുന്നവരൊക്കെ അല്ലേ? അതെ. ഒരു പലചരക്ക് കടയുടമയെ ഓർത്തുനോക്കൂ. ഇന്ത്യയിലെ തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ പേർ ഈ വിഭാഗത്തിലാണ്, ഏകദേശം 52%. പകുതിയിൽ കൂടുതൽ. അതെ. രണ്ടാമത്തെ വിഭാഗമാണ് അസ്ഥിരവേതന തൊഴിലാളികൾ, കാഷ്വൽ വേജ് ലേബറേഴ്സ്. ദിവസക്കൂലിക്കാർ. അതെ, സ്ഥിരമായി ജോലിയോ കൂലിയോ ഇല്ലാത്തവർ. നിർമ്മാണ തൊഴിലാളികളൊക്കെ ഇതിന് നല്ല ഉദാഹരണമാണ്. ഇവർ ഏകദേശം 30% വരും. പിന്നെ മൂന്നാമത്തെ വിഭാഗം സ്ഥിരം ശമ്പളക്കാർ, റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. എല്ലാ മാസവും കൃത്യമായി ശമ്പളം ലഭിക്കുന്ന സ്ഥിരം ജോലിയുള്ളവർ. ബാങ്ക് ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ. അതെ, അവരൊക്കെ.
പക്ഷേ ഇന്ത്യയിലിവർ വെറും 18% മാത്രമാണ്. ഓക്കെ. ഇനി തൊഴിൽ മേഖലകളെക്കുറിച്ചുള്ള ചോദ്യം ഒഴിവാക്കാൻ സാധ്യതയില്ല. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഈ മേഖലകളിലെ തൊഴിൽ വിതരണം എങ്ങനെയാണ്? വളരെ ശരിയാണ്. ഒന്നാമത്തേത് പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. കൃഷിയുമായി ബന്ധപ്പെട്ടത്. അതെ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അതായത് മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെ. ഇന്ത്യയിലെ 49% തൊഴിലാളികളും ഈ മേഖലയിലാണ്. ഇപ്പോഴും പകുതിയോളം പേർ. അതെ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളിൽ 63%വും ഈ മേഖലയെയാണ് ആശ്രയിക്കുന്നത്. ഓഹ്. രണ്ടാമത്തേത് ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. വ്യവസായം, നിർമ്മാണം തുടങ്ങിയവ. ഇവിടെ 24% തൊഴിലാളികളുണ്ട്. മൂന്നാമത്തേത് തൃതീയ അല്ലെങ്കിൽ സേവന മേഖല, ടേഴ്ഷറി ഓർ സർവീസ് സെക്ടർ. ബാങ്കിംഗ്, ഗതാഗതം, വിദ്യാഭ്യാസം. അതെ, കച്ചവടം, ഇതെല്ലാം സേവനങ്ങളാണ്. 27% തൊഴിലാളികൾ ഈ മേഖലയിലുണ്ട്. നഗരപ്രദേശങ്ങളിലെ 60% തൊഴിലാളികളും ഈ സേവന മേഖലയിലാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്ക് കടക്കുകയാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ് ജോലിയില്ലാത്ത വളർച്ച അഥവാ ജോബ്ലെസ് ഗ്രോത്ത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രാജ്യത്തിന്റെ GDP വളരുന്നു. അതായത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. അതെ, പക്ഷേ അതിനനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങളുണ്ടാകുന്നില്ല. ഓ, അതാണല്ലേ. ഈ അവസ്ഥയാണ് ജോലിയില്ലാത്ത വളർച്ച. 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ ഈ പ്രവണത വളരെ ശക്തമായി കാണുന്നുണ്ട്. മറ്റൊന്ന് തൊഴിൽ ശക്തിയുടെ കാഷ്വലൈസേഷനാണല്ലോ. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അസ്ഥിരവേതന തൊഴിലാളികളില്ലേ? കാഷ്വൽ ലേബറേഴ്സ്. അതെ, ആളുകൾ സ്വയം തൊഴിലിൽ നിന്നും സ്ഥിരം ശമ്പളമുള്ള ജോലിയിൽ നിന്നും മാറി ഈ അസ്ഥിരമായ കൂലിവേലയിലേക്ക് മാറുന്ന പ്രവണതയാണിത്. അതായത് കൂടുതൽ പേർ ദിവസക്കൂലിക്കാരായി മാറുന്നു. അതെ, ഇത് തൊഴിലാളികളെ കൂടുതൽ ദുർബലരാക്കും. കാരണം അവർക്ക് തൊഴിൽ സുരക്ഷയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമുണ്ടാവില്ല. ഇത് നമ്മളെ അടുത്ത പ്രധാന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഔപചാരിക അല്ലെങ്കിൽ സംഘടിത മേഖല എന്ന് പറഞ്ഞാൽ ഫോർമൽ സെക്ടർ. അതെ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും 10-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിൽ വരും. ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണമുണ്ട്. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, അങ്ങനെയുള്ളതെല്ലാം ലഭിക്കും. അപ്പോ അനൗപചാരിക മേഖലയോ? ഇൻഫോർമൽ സെക്ടർ. മറ്റെല്ലാ തൊഴിലുകളും ഇതിൽപ്പെടും. കർഷകർ, ചെറുകിട കച്ചവടക്കാർ, ദിവസക്കൂലിക്കാർ, ഇവരെല്ലാം. ഇവർക്ക് ഈ പറഞ്ഞ ഒന്നുമില്ല. തൊഴിൽ സുരക്ഷയോ ആനുകൂല്യങ്ങളോ ഇല്ല. ഇനി ഞാനൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറയാം. എന്താണത്? ഇന്ത്യയിലെ 94% തൊഴിലാളികളും ഈ അനൗപചാരിക മേഖലയിലാണ്. 94%? അതെ, വെറും 6% പേർക്ക് മാത്രമാണ് സംഘടിത മേഖലയുടെ സുരക്ഷയുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മില്ലുകൾ അടച്ചുപൂട്ടിയപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് സംഘടിത മേഖലയിലെ ജോലി നഷ്ടപ്പെട്ടത്. അവരെല്ലാം പിന്നീട് അസംഘടിത മേഖലയിലേക്ക് മാറേണ്ടി വന്നു. അതൊരു വലിയ ഉദാഹരണമാണ്. ഓക്കേ. അവസാനമായി തൊഴിലില്ലായ്മയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. അതും പ്രധാനപ്പെട്ടതാണേ. അതെ, 3 തരം തൊഴിലില്ലായ്മ നിങ്ങൾ ഓർത്തുവെക്കുക. 1, പ്രകടമായ തൊഴിലില്ലായ്മ, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ജോലി കിട്ടാത്ത അവസ്ഥ. അത്രയുള്ളൂ. 2, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതെന്താണ്? ഒരു ജോലിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് 2 പേർക്ക് ചെയ്യാവുന്ന ഒരു കൃഷിപ്പണി ഒരു കുടുംബത്തിലെ 5 പേർ ചേർന്ന് ചെയ്യുന്നത്. അതെ, പുറമേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ജോലിയുണ്ടെന്ന് തോന്നും. പക്ഷേ അധികമുള്ള ആ 3 പേർക്ക് കാര്യമായ സംഭാവനയൊന്നും നൽകാനില്ല. ഇത് ഗ്രാമീണ ഇന്ത്യയിൽ സാധാരണയാണ്. ശരിയാണ്. മൂന്നാമത്തേത് കാലികമായ തൊഴിലില്ലായ്മ, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. സീസണിനനുസരിച്ച് ജോലി കിട്ടുന്നത്? അതെ, വർഷത്തിലെ ചില സീസണുകളിൽ മാത്രം ജോലി ലഭിക്കും. മറ്റുള്ള സമയങ്ങളിൽ ജോലിയില്ലാതെയിരിക്കും. കൃഷിപ്പണി തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന വലിയ വിഷയത്തിൽ ഈ അധ്യായത്തിന്റെ സ്ഥാനം എവിടെയാണ്? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം കൃഷിയിൽ നിന്ന് ആളുകളെ വ്യവസായത്തിലേക്കും സേവനമേഖലയിലേക്കും മാറ്റുക എന്നതായിരുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നൽകാൻ. അതെ, ആ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കൃഷിയിലെ തൊഴിലാളികളുടെ പങ്ക്
74% നിന്ന് 49%-ആയി കുറഞ്ഞു. പക്ഷേ അത് വളരെ പതുക്കെയാണെന്ന് തോന്നുന്നു. അതെ, വളരെ പതുക്കെയാണ്. പോരാത്തതിന് പുതുതായി ഉണ്ടാകുന്ന തൊഴിലുകളിൽ ഭൂരിഭാഗവും സുരക്ഷിതമല്ലാത്ത ഈ അനൗപചാരിക മേഖലയിലാണെന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിന്റെ പങ്കെന്താണ്? സർക്കാരിന് നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നേരിട്ട് ജോലി നൽകുന്നു. അതെ. കൂടാതെ സർക്കാർ നടത്തുന്ന പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ പരോക്ഷമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. MGNREGA പോലുള്ള പദ്ധതികൾ. അതെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള തൊഴിലുൽപാദന പരിപാടികൾ ഇതിന് നല്ല ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ 7-ാം അധ്യായം മുഴുവൻ ചർച്ച ചെയ്തു. അടിസ്ഥാന ആശയങ്ങൾ, തൊഴിലാളികളുടെ തരംതിരിവ്, വിവിധ മേഖലകൾ. ജോലിയില്ലാത്ത വളർച്ച, അനൗപചാരികവൽക്കരണം, തൊഴിലില്ലായ്മയുടെ രൂപങ്ങൾ. പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കാനായി ഒരു കാര്യം കൂടി പറയാം. എന്താണത്? പുതിയ കാലത്തെ ജോലികൾ, അതായത് ഈ ഗിഗ് ഇക്കോണമിയിലുള്ള ജോലികൾ കൂടുതലും സേവന മേഖലയിലാണ്. പലതും ഔട്ട്സോഴ്സിംഗ് വഴിയാണ് വരുന്നത്. വലിയ കമ്പനികൾ അവരുടെ ജോലികൾ പുറംകരാർ നൽകുന്നു. അതെ, ചെറിയ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ. ഇതിന്റെ ഫലമായി പലർക്കും വീടൊരു ജോലിസ്ഥലമായി മാറുന്നുണ്ട്. ശരിയാണ്. അപ്പോ ചോദ്യമിതാണ്, ഈ മാറ്റം ഒരു തൊഴിലാളിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമോ, അതോ സാമൂഹിക സുരക്ഷയില്ലാത്ത ഒരു പുതിയ അനിശ്ചിതത്വത്തിലേക്ക് അവരെ തള്ളിവിടുമോ? ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്. ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പരീക്ഷയെ സമീപിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.